നമ്മുടെ സമൂഹത്തിൽ സ്വയം ജീവനൊടുക്കുന്നവരുടെ എണ്ണം അനുദിനം വർദ്ധിക്കുകയാണ്. ഭാര്യ മരിച്ചതിൻ്റെ മനോവിഷമത്തിലാണ് കോഴിക്കോട് പയ്യോളിയിൽ യുവാവ് 2 പെൺമക്കളെ കൊന്ന് ജീവനൊടുക്കിയത്. പത്തനംതിട്ട അടൂരിൽ ബാങ്കിൽ നിന്ന് ജപ്തിഭീഷണി ഉണ്ടായതോടെ കിടപ്പ് രോഗി സ്വയം കുത്തിമരിച്ചു. നെയ്യാറ്റിൻകരയിൽ യുവാവിനെ കൊന്ന പ്രതികൾ സഞ്ചരിച്ച കാറിൻ്റെ ഉടമയുടെ പിതാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മകനെ അന്വേഷിച്ച് പോലീസ് എത്തിയതിൻ്റെ വിഷമത്തിലാണ് ആത്മഹത്യയെന്ന് ബന്ധുക്കൾ പറയുന്നു. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആദ്യം ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന സമൂഹമായി മലയാളികൾ മാറുകയാണ്. സങ്കടപ്പെടുത്തുന്ന ഈ വാർത്തകളിലേക്കാണ് പോലീസ് പട്രോൾ ആദ്യം. സ്വാഗതം. കോഴിക്കോട് പയ്യോളിയിൽ അച്ഛനെയും 2 മക്കളെയും മരിച്ച നിലയിൽ കണ്ടെത്തി. 2 പെൺമക്കൾക്കും വിഷം നൽകി കൊലപ്പെടുത്തിയ ശേഷം യുവാവ് ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കിയെന്നാണ് പോലീസിന്റെ നിഗമനം. അയനിക്കാട് സ്വദേശി സുമേഷ്, മക്കളായ ഗോപിക, ജ്യോതിക എന്നിവരാണ് മരിച്ചത്. സുമേഷിന്റെ ഭാര്യ സ്വപ്ന 2 വർഷം മുമ്പ് കോവിഡ് ബാധിച്ചു മരിച്ചിരുന്നു. രാവിലെ 8:30 പരശുറാം എക്സ്പ്രസ് കടന്നുപോയതിനു ശേഷമാണ് യുവാവിന്റെ മൃതദേഹം റെയിൽവേ ട്രാക്കിൽ കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ മരിച്ചത് അയനിക്കാട് പുതിയോട്ടിൽ സുമേഷാണെന്ന് തിരിച്ചറിഞ്ഞു. പിന്നാലെ സുമേഷിന്റെ വീട്ടിലെത്തി നടത്തിയ പരിശോധനയിലാണ് 2 പെൺകുട്ടികളെയും മരിച്ച നിലയിൽ കണ്ടത്. വീടിന് സമീപത്താണ് റെയിൽവേ ട്രാക്ക്. പെൺകുട്ടികൾക്ക് വിഷം നൽകിയ ശേഷം സുമേഷ് ജീവനൊടുക്കിയതായാണ് പോലീസിന്റെ നിഗമനം. വടകര ഡിവൈഎസ്പി കെ വിനോദ് കുമാർ, പയ്യോളി ഇൻസ്പെക്ടർ സജീവ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. സുമേഷിന്റെ ഭാര്യ സ്വപ്ന 2 വർഷം മുൻപ് കോവിഡ് ബാധിച്ച് മരിച്ചിരുന്നു. വിദേശത്തായിരുന്ന സുമേഷ് ഭാര്യയുടെ മരണശേഷം തിരിച്ചു പോയിരുന്നില്ല. ഭാര്യ മരിച്ച ശേഷം സുമേഷ് കടുത്ത മാനസിക വിഷമത്തിലായിരുന്നെന്നും നാട്ടുകാർ പറയുന്നു. ഗോപിക പയ്യോളി ഹൈസ്കൂളിൽ 10ാം ക്ലാസ്സിലും ജ്യോതിക അയനിക്കാട് അയ്യപ്പൻകാവ് UP സ്കൂളിൽ 5ാം ക്ലാസ്സിലും പഠിക്കുകയായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂവെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് 18 വടകര. പത്തനംതിട്ട അടൂരിൽ കിടപ്പ് രോഗി സ്വയം കുത്തിമരിച്ചു. അടൂർ നെല്ലിമൂട് സ്വദേശി യശോധരനാണ് മരിച്ചത്. 7 വർഷമായി കിടപ്പ് രോഗിയായ യശോധരൻ വീട് ജപ്തി ചെയ്യുന്നതിനുള്ള നോട്ടീസ് ബാങ്കിൽ നിന്ന് ലഭിച്ചതിന് പിന്നാലെയാണ് ആത്മഹത്യ ചെയ്തത്. സാമ്പത്തിക ബാധ്യതയും ജപ്തി ഭീഷണിയുമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. ഏഴു വർഷം മുൻപ് മരത്തിൽ നിന്ന് വീണ് പരിക്കേറ്റാണ് യശോധരൻ കിടപ്പിലായത്. ഇതിനിടെ വീട് നിർമ്മാണത്തിനായി അടൂർ കാർഷിക വികസന ബാങ്കിൽ നിന്നെടുത്ത വായ്പയുടെ തിരിച്ചടവ് മുടങ്ങിയതോടെ വീട് ജപ്തി ചെയ്യുന്നതിനുള്ള നോട്ടീസ് ലഭിച്ചു. തുടർന്നാണ് ആത്മഹത്യ ചെയ്തത്. സാമ്പത്തിക ബാധ്യതയും ജപ്തി ഭീഷണിയുമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് കുടുംബം പറയുന്നു. $7 ലക്ഷം വീട് വെക്കാനായിട്ട് എടുത്ത്, പക്ഷേ അതിൽ 2ഉം പലിശ അടച്ചു തീർന്നു. പിന്നെ 5 ലക്ഷം രൂപയുണ്ടായിരുന്നു. ഞങ്ങൾ അതിൽ കുറച്ചൊക്കെ അടച്ചതാണ്. പിന്നെ സാഹചര്യം ഒരു പരുവും ഇല്ലാഞ്ഞിട്ട് ഞങ്ങൾക്ക് അടയ്ക്കാൻ പറ്റിയില്ല. കഴിഞ്ഞ മാർച്ചിലും പലിശയ്ക്ക് എടുത്ത് 50,000 രൂപ ഞങ്ങൾ അടച്ചു. ആ പൈസ കൊടുത്തു തീർന്നിട്ടില്ല ഇപ്പോഴും. പിന്നെ ഇവരിതുപോലെ ഈ 25-ാം തീയതി അതിനിടയ്ക്കെല്ലാം വന്നു, ജപ്തി നോട്ടീസ് വരെ അയച്ചു. ഈ 25-ാം തീയതി മുതലും പലിശയും അടച്ചില്ലെങ്കിൽ ഇവിടെ ബോർഡ് കൊണ്ടുവെക്കും, പലിശ ഇതാവുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എന്നോട് ചോദിച്ചു, എനിക്കിതിനകത്ത് മരിക്കാൻ പറ്റത്തില്ലയോ എന്ന് ചോദിച്ചു എൻ്റെ ഭർത്താവ്. അങ്ങനെയാണ് ഈ സംഭവം. ബുധനാഴ്ച രാത്രിയിലാണ്, വ്യാഴാഴ്ച രാവിലെയാണ് ഞങ്ങൾ കാണുന്നത്. അങ്ങനെ ഇവിടെ എല്ലാവരോടും വിളിച്ചു പറഞ്ഞു. കഴിഞ്ഞ 23-ാം തീയതിയാണ് വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് യശോധരൻ കത്രിക ഉപയോഗിച്ച് സ്വയം കുത്തി മുറിവേൽപ്പിച്ചത്. തുടർന്ന് ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസം രാത്രി മരിക്കുകയായിരുന്നു. യശോധരന്റെ സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു.
18 പത്തനംതിട്ട. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികളെത്തിയ കാറിന്റെ ഉടമയുടെ അച്ഛനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. 5 അംഗ സംഘം എത്തിയ മാരുതി ആൾട്ടോ കാറിന്റെ ഉടമയുടെ അച്ഛൻ സുരേഷാണ് മരിച്ചത്. വീട്ടിൽ പോലീസ് എത്തിയതിനെ തുടർന്നുള്ള മനോവിഷമത്തിലാണ് ആത്മഹത്യയെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. അതേസമയം ആദിത്യൻ കൊലക്കേസിൽ 4 പ്രതികളെ നെയ്യാറ്റിൻകര പോലീസ് പിടികൂടി. ഡ്രൈവറായ സുരേഷിനെ ഓലത്താനിയിലെ ജോലിസ്ഥലത്താണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം. ആദിത്യനെ കൊല്ലാൻ അക്രമികളെത്തിയ കാർ വാടകയ്ക്കെടുത്തതാണെന്നും സുരേഷിന്റെ മകൻ അച്ചുവിന്റെ ഉടമസ്ഥതയിലുള്ളതാണെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. രാത്രി തന്നെ ഇവരുടെ വീട്ടിൽ പോലീസ് അന്വേഷിച്ചെത്തുകയും ചെയ്തു. വീട്ടിൽ പോലീസ് എത്തിയതിനെ തുടർന്നുള്ള മനോവിഷമത്തിലാണ് സുരേഷിന്റെ ആത്മഹത്യയെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. അതേസമയം ആദിത്യനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ വെൺപകൽ സ്വദേശിയായ ജിബിൻ, കണ്ണറവിള സ്വദേശി മനോജ്, ചപ്പാത്ത് സ്വദേശി അഭിജിത്ത്, കഴിവൂർ സ്വദേശി രജിത്ത് എന്നിവരെ നെയ്യാറ്റിൻകര പോലീസ് പിടികൂടി. പിടിയിലായ 4 പേരും മുൻപ് ആദിത്യൻ ജോലി നോക്കിയിരുന്ന പർപ്രക കമ്പനിയിലെ ജീവനക്കാരും സുഹൃത്തുക്കളുമായിരുന്നു. ആദിത്യന്റെ ബൈക്ക് ഭാസ്കർ നഗറിലെ ഒരു വ്യക്തിക്ക് പണയപ്പെടുത്തിയിരുന്നു. ഇതിന് ലഭിക്കേണ്ട തുകയെ ചൊല്ലിയുള്ള തർക്കങ്ങളാണ് വാക്കുതർക്കത്തിലും പിന്നീട് കൊലപാതകത്തിലും കലാശിച്ചതെന്ന് പോലീസ് പറയുന്നു. ബുധനാഴ്ച രാത്രി 8 മണിയോടെ കൊടങ്ങവിളിയിൽ കാറിലെത്തിയാണ് 5 അംഗ സംഘം യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. കൊലപാതകത്തിൽ പങ്കുള്ള മറ്റു പ്രതികൾക്ക് വേണ്ടി തിരച്ചിൽ തുടരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആദിത്യന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. അമരവിള കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിലെ ജീവനക്കാരനായിരുന്നു ആദിത്യൻ. ന്യൂസ് 18 നെയ്യാറ്റിൻകര. നിസ്സാര തർക്കങ്ങൾ അരുങ്കൊലയിൽ കലാശിക്കുന്ന സംഭവങ്ങളും വർദ്ധിക്കുകയാണ്. കൊല്ലം കുണ്ടറയിൽ സാമ്പത്തിക ഇടപാടുകളെ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ സുഹൃത്തിനെ കുത്തിക്കൊന്നു. കുരിപ്പള്ളി സ്വദേശി അതുൽ ഡി ദേവാണ് മരിച്ചത്. ആക്രമണത്തിൽ മറ്റൊരു സുഹൃത്തിനും കുത്തേറ്റു. പ്രതി കുണ്ടറ സ്വദേശി സിജിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. സിജിയുടെ സഹോദരന്റെ വീട് പെയിന്റിംഗുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിലുള്ള തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. മരിച്ച അതുൽ ഡി ദേവിന്റെ പിതാവ് ദേവപാലൻ ഏറ്റെടുത്ത പെയിന്റിംഗ് ജോലി സംബന്ധിച്ച തർക്കം കൊലപാതകത്തിലെത്തുകയായിരുന്നു. തർക്കത്തിനിടയിൽ ഇരുവരും ഏറ്റുമുട്ടുകയും സിജി കത്തി ഉപയോഗിച്ച് അതുലിനെ കുത്തുകയും ചെയ്തു. പിടിച്ചുമാറ്റാനായി ശ്രമിച്ച സിജിയുടെ സുഹൃത്ത് വിപിൻ സ്റ്റീഫനും കൈക്ക് കുത്തേറ്റു. മുഖത്തും വയറിനും കുത്തേറ്റ അതുലിനെ പെരുമ്പുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സിജിയെ കുണ്ടറ പോലീസ് പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. മലപ്പുറത്ത് പട്ടാപ്പകൽ യുവതിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം. ധീരമായ ഇടപെടലിലൂടെ യുവതി ശ്രമം ചെറുത്തു തോൽപ്പിച്ചു. തിരൂരിലാണ് യുവതിക്ക് ലിഫ്റ്റ് കൊടുത്ത ശേഷം തട്ടിക്കൊണ്ടുപോകാൻ സമീപവാസിയായ യുവാവ് ശ്രമിച്ചത്. പ്രതി സഫ്വാനെ നാട്ടുകാർ പിടികൂടി തിരൂർ പോലീസിൽ ഏൽപ്പിച്ചു. അതേസമയം ഇയാൾക്കെതിരെ ദുർബലമായ വകുപ്പുകളാണ് പോലീസ് ചുമത്തിയതെന്ന് ആക്ഷേപമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് പ്രദേശവാസികളെ മുഴുവൻ ഞെട്ടിച്ച സംഭവം ഉണ്ടായത്. വൈലത്തൂർ കാവപുര സ്വദേശി സഫ്വാനാണ് നാടിനെ നടുക്കിയ തട്ടിക്കൊണ്ടുപോകൽ ശ്രമത്തിനു പിന്നിൽ. തലക്കടുത്തൂരിലെ സ്കൂൾ ജീവനക്കാരിയായ യുവതി രാവിലെ ജോലിക്ക് പോകാൻ ബസ്സു കാത്തു നിൽക്കുകയായിരുന്നു. ഇതിനിടെ ബസ് സ്റ്റോപ്പിലേക്ക് സഫ്വാൻ കാറിലെത്തി. ബസ്സു കാത്തുനിന്ന യുവതിയോട് തിരൂരിലേക്കാണെങ്കിൽ കയറാൻ പറഞ്ഞു. സമീപവാസിയും പരിചയക്കാരനുമായതിനാൽ രണ്ടാമതൊന്നും ആലോചിക്കാതെ യുവതി കാറിൽ കയറി. ഊടുവഴികളിലൂടെ കാർ തിരിച്ചുവിട്ടതോടെയാണ് യുവതിക്ക് അപകടം മണത്തത്. കാർ നിർത്താൻ ആവശ്യപ്പെട്ടെങ്കിലും സഫ്വാൻ തയ്യാറായില്ല. തുടർന്ന് യുവതി ബഹളം വയ്ക്കുകയും ഗ്ലാസിലടിക്കുകയും ചെയ്തു. അതോടെ ഇയാൾ യുവതിയുടെ കണ്ണിലേക്ക് മുളകുപൊടി വിതറി. കാറിൽ ഉച്ചത്തിൽ പാട്ടുവയ്ക്കുകയും ചെയ്തു. ഇതിനിടെ മുൻ സീറ്റിലേക്ക് ഇടിച്ചു കയറിയ യുവതി സ്റ്റിയറിംഗ് പിടിച്ച് തിരിച്ചതോടെ കാറിന്റെ നിയന്ത്രണം വിട്ടു. എതിരെ വന്ന ലോറിയിൽ ഇടിച്ചു നിന്നു.
കാർ നിന്നതോടെ യുവതി ചാടിയിറങ്ങി നാട്ടുകാരെ വിവരമറിയിച്ചു. തുടർന്ന് സഫ്വാനെ നാട്ടുകാർ പിടികൂടി തിരൂർ പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. അതിനിടെ കേസൊതുക്കാൻ ചിലർ ഇടപെട്ട് ശ്രമം നടത്തിയതായും സൂചനയുണ്ട്. പ്രതിക്കെതിരെ ദുർബലമായ വകുപ്പുകളാണ് പോലീസ് ചുമത്തിയതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ന്യൂസ് 18 തിരൂർ. കൊച്ചി അധോലോകത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ ന്യൂസ് 18 കേരളം ദിവസങ്ങളായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം നെടുമ്പാശ്ശേരി തട്ടിക്കൊണ്ടുപോകൽ കേസുകളിൽ ഗുണ്ടാ നേതാവ് പെരുമ്പാവൂർ അനസിന് പങ്കുണ്ടെന്നതിന്റെ വ്യക്തമായ തെളിവുകളാണ് ഒടുവിൽ പുറത്തുവരുന്നത്. അനസിന്റെ സംഘാംഗമായിരുന്ന ഇട്ടൻ എന്ന ഷിർലിനാണ് വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത്. അനസിന്റെ മുൻ വിശ്വസ്തനായിരുന്ന ഇബ്രാഹിം കുട്ടി, മുൻ സംഘാംഗം നിഷിൽ എന്നിവരും ഗുണ്ടാ നേതാവിനെതിരെ പരാതി നൽകിയിട്ടുണ്ട്. നെടുമ്പാശ്ശേരി തട്ടിക്കൊണ്ടുപോകൽ കേസിലെ പ്രതിയാണ് ഇട്ടൻ എന്ന ഷിർലിൻ. ആ കേസിൽ 75 ദിവസത്തോളം ജയിലിൽ കിടന്ന ശേഷം പിന്നീട് നാടുവിടുകയായിരുന്നു. ഗുണ്ടാ നേതാവ് പെരുമ്പാവൂർ അനസിന്റെ നിർദ്ദേശപ്രകാരമാണ് നെടുമ്പാശ്ശേരി തട്ടിക്കൊണ്ടുപോകൽ നടപ്പാക്കിയതെന്ന് ഷിർലിൻ വെളിപ്പെടുത്തി. അനസ് കാരണമാണ് തനിക്ക് നാടുവിടേണ്ടി വന്നതെന്നും ഷിർലിൻ പറയുന്നു. അനസ് മുഖാന്തരം നാട് ഉപേക്ഷിക്കേണ്ടി വന്ന ഒരാളാണ് ഞാൻ. അനസിന് വേണ്ടിയിട്ട് ഒരു കിഡ്നാപ്പിംഗ് കേസിൽ പ്രതിയായിട്ട് 73 ദിവസം കാക്കനാടും ആലുവായിട്ട് ജയിലിൽ കിടക്കേണ്ടി വന്നാണ്. എന്നെ തിരിഞ്ഞും കൂടി നോക്കിയിട്ടില്ല. അതിൽ ഒരുപാട് ആൾക്കാർ ബന്ധപ്പെട്ടിട്ടുണ്ട്. ബന്ധപ്പെട്ട ആൾക്കാരുടെ പേര് നമുക്കിപ്പോൾ ഇതിനകത്ത് പറയാൻ പറ്റില്ലല്ലോ. അപ്പം അനസിന് വേണ്ടിയിട്ട് കിഡ്നാപ്പിംഗ് കേസിൽ ബന്ധപ്പെട്ട് അനസിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. അനസ് ഒന്നിനും നമ്മൾ എന്താക്കിയിട്ടില്ല, തിരിഞ്ഞു നോക്കിയിട്ടുള്ള ഒരു സപ്പോർട്ടും കാര്യങ്ങളില്ല. ആ കേസിന് പൈസയും വാങ്ങിച്ച് അഡ്വാൻസും വാങ്ങിച്ച് എല്ലാം വാങ്ങിച്ചിട്ട് ഒരു റിയാല് പോലും, ഒരു രൂപ പോലും മനസ്സ് ആ കേസിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കിയിട്ടില്ല. ഞങ്ങൾക്ക് വേണ്ടി ചിലവാക്കിയത് ഞങ്ങളുടെ കുടുംബങ്ങളാണ്. എൻ്റെ ഫാമിലിയാണ് എന്നെ കേസിന് വേണ്ടിയിട്ട് നോക്കി എന്നെ പുറത്ത് ജാമ്യം. അനസിനെതിരെ മുഖ്യമന്ത്രിക്കും DGPക്കും നിഷിൽ എന്ന മറ്റൊരു മുൻ സംഘാംഗം പരാതി നൽകി. തിരുവനന്തപുരം തട്ടിക്കൊണ്ടുപോകൽ കേസിൽ പ്രതിയായ നിഷിൽ 45 ദിവസം ജയിലിൽ കിടന്നിരുന്നു. അനസ് തന്നെ വധിക്കാൻ ശ്രമിച്ചതായാണ് നിഷിലിന്റെ പരാതി. പെരുമ്പാവൂർ അനസിന്റെ വിശ്വസ്തനായിരുന്ന ഇബ്രാഹിം കുട്ടിയും പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കൊടുവള്ളി സംഘവുമായി അടക്കം അനസിന് ബന്ധമുണ്ടെന്ന് ഇബ്രാഹിം കുട്ടി ന്യൂസ് 18നോട് പറഞ്ഞു. തീർച്ചയായിട്ടും അവൻ കൂട്ടത്തിലുള്ളവരെ സംരക്ഷിക്കില്ല. അവനും അവന്റെ ജ്യേഷ്ഠനും മാത്രമേ ഉള്ളൂ. കൂട്ടത്തിലുള്ള ആരെയും അവൻ സംരക്ഷിക്കില്ല. അത് ബോധ്യപ്പെട്ടു. വഴിവിട്ട കാര്യങ്ങൾ വന്ന് എനിക്കത് വ്യക്തിപരമായിട്ട് അത് അഡ്മിറ്റ് ചെയ്യാൻ പറ്റാത്ത രീതി കൊണ്ടുള്ള ഞാൻ പിന്മാറിയത്. കളവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ആളുകളുടെ അടുത്ത് പൈസ വാങ്ങാം. വേറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊട്ടേഷൻ എടുത്തിട്ട് അത് നടപ്പിലാക്കാതിരിക്കുക, അവരുടെ അടുത്ത് നിന്ന് പൈസ വാങ്ങാം, അത് നടപ്പിലാക്കാതിരിക്കുക, പിന്നെ അവരായിട്ട് അവര് ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ പിന്നെ അവരെ ബന്ധപ്പെടാതിരിക്കുക. ഇത് വേറെ ഒന്നുമില്ലാന്നേ, ഇത് വെറുതെ ഒരു ഷോ ഓഫ് കാണിച്ചിട്ട് കുറച്ച് പൈസ വാങ്ങുക, ആളുകളെ പറ്റിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഗുണ്ടാത്തലവൻ പെരുമ്പാവൂർ അനസിന്റെ സംഘാംഗമായിരുന്ന ഔറംഗസീബ ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിലെ നിർണായക വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെയാണ് കൂടുതൽ പേർ അനസിനെതിരെ രംഗത്ത് വന്നത്. രാഷ്ട്രീയ നേതാക്കളും സിനിമാ താരങ്ങളും അടക്കമുള്ളവർക്ക് അനസുമായുള്ള ബന്ധം ഔറംഗസീബ് തുറന്നു പറഞ്ഞിരുന്നു. ദുബായിൽ പെരുമ്പാവൂർ അനസ് പങ്കെടുത്ത പരിപാടിയിൽ സിനിമാ താരങ്ങളായ ഷിയാസ് കരീം, വിനയ് ഫോർട്ട, ശ്വേത മേനോൻ, സ്വാസിക, മാളവിക മേനോൻ എന്നിവർ പങ്കെടുത്തതിന്റെ തെളിവുകളും ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്നത്. അനസിന്റെ ഗുണ്ടാബന്ധം അറിയാതെയാണ് താൻ പരിപാടിയിൽ പങ്കെടുത്തത് എന്നായിരുന്നു വിനയ് ഫോർട്ടിന്റെ വിശദീകരണം. അതിനിടെ നടൻ ഷിയാസ് കരീമിന് അനസുമായുള്ള ബന്ധത്തിന്റെ കൂടുതൽ തെളിവുകളും പുറത്തുവന്നു. കൊച്ചി അധോലോകത്തെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളെ തുടർന്ന് ഔറംഗസീബിനെ ATS കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു. അനസ് ദുബായിലേക്ക് കടന്നതോടെ ഗുണ്ടാ സംഘം പല വഴിക്ക് ചിതറിയതായാണ് പുതിയ സംഭവങ്ങൾ തെളിയിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. ദമ്പതിമാരുടെ കയ്യിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെടുത്തുന്ന കേസിൽ പുരാവസ്തു തട്ടിപ്പ് കേസിലെ പ്രതി മോൻസൺ മാവുങ്കലിന്റെ മുൻ മാനേജരായ യുവതി അറസ്റ്റിൽ. തിരുവനന്തപുരം കരമനയിൽ താമസിക്കുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയായ നിധി കുര്യനാണ് അറസ്റ്റിലായത്.
പുരാവസ്തു ബിസിനസ്സിൽ പങ്കാളിയാക്കാമെന്ന് പറഞ്ഞ് ചങ്ങനാശ്ശേരി സ്വദേശികളിൽ നിന്ന് 22 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നാണ് കേസ്. കോട്ടയം ചങ്ങനാശ്ശേരി ചീരഞ്ചിറ സ്വദേശികളായ ദമ്പതിമാരിൽ നിന്ന് 85 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നാണ് കേസ്. ഇതിൽ 22 ലക്ഷം രൂപ പ്രതിയായ നിധി കുര്യന്റെ അക്കൗണ്ടിലേക്ക് എത്തിയതായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. തിരുവനന്തപുരം കരമന ഭാഗത്ത് ഫ്ളാറ്റിൽ താമസിക്കുന്ന നിധിയെ എറണാകുളത്തു നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് വഞ്ചനാക്കുറ്റം ചുമത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ാണ് പണമിടപാട് നടന്നത്. മോൻസന്റെ നിർദ്ദേശപ്രകാരമാണ് നിധിയുടെ അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിച്ചത് എന്നാണ് പോലീസിന് ലഭിച്ച മൊഴി. ഈ കേസിൽ മറ്റു പ്രതികളും ഉള്ളതായി പോലീസ് പറയുന്നു. ഇവർക്കായി അന്വേഷണം തുടരുകയാണ്. നേരത്തെ മോൻസൺ മാവുങ്കലിന്റെ പുരാവസ്തു തട്ടിപ്പ് കേസിലും നിധിയെ ചോദ്യം ചെയ്തിരുന്നു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ നിധി കുര്യൻ ഒറ്റയ്ക്ക് കാറിൽ ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്ത് ശ്രദ്ധ നേടിയിരുന്നു. ഇവർക്ക് സമൂഹ മാധ്യമങ്ങളിൽ നിരവധി ഫോളോവേഴ്സുമുണ്ട്. ന്യൂസ് 18 കോട്ടയം. തിരുവനന്തപുരം പുളിമാത്ത് കമുകിൻകുഴിയിൽ RSS ഡിവൈഎഫ്ഐ സംഘർഷം. ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകന് വെട്ടേറ്റു. ഇടതുമുന്നണിയുടെ പോസ്റ്റർ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ഡിവൈഎഫ്ഐ പുളിമാത്ത് മേഖലാ കമ്മിറ്റി അംഗവും കമുകിൻകിഴി സ്വദേശിയുമായ സുജിത്തിനാണ് വെട്ടേറ്റത്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെയാണ് സംഭവം. കമുകിൻകിഴി ജംഗ്ഷനിൽ പതിച്ചിരുന്ന LDF പോസ്റ്റർ കഴിഞ്ഞ ദിവസം നശിപ്പിച്ചിരുന്നു. ഇതിനു പകരമായി സുജിത്ത് അടക്കമുള്ള ഡിവൈഎഫ്ഐ CPM പ്രവർത്തകർ പോസ്റ്റർ ഒട്ടിക്കാനെത്തിയപ്പോൾ RSS പ്രവർത്തകരുമായി തർക്കമുണ്ടായി. ഇതിന്റെ തുടർച്ചയായാണ് സുജിത്തിനെ രാത്രി വീട്ടിൽ കയറി മാതാപിതാക്കളുടെ മുന്നിൽ വെച്ച് ആക്രമിച്ചത്. വെട്ടുകത്തിയും മൺവെട്ടിയും സിമന്റ് കട്ടയും ഉപയോഗിച്ചായിരുന്നു ആക്രമണം. സുജിത്തിന്റെ കൈകൾക്കാണ് വെട്ടേറ്റത്. തലയ്ക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇയാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഫോട്ടോ ഒട്ടിക്കാൻ പോയ സമയത്ത് BJP-യുള്ള രതീഷ് എന്ന് പറയുന്നത് കുറച്ച് പേര് വാക്കുതർക്കം ഉണ്ടാവുകയും അവിടെ സംസാരിച്ച് തീരുകയാണ് ചെയ്തത്. നമുക്ക് ഉദ്ദേശിക്കാതെ ഇന്നലെ വൈകിട്ട് രതീഷും ശശി എന്ന് പറയുന്ന ഒരാളും ബാക്കി 3-4 പേരുണ്ടായിരുന്നു. ഈ 2 പേരെ പേരറിയത്തുള്ളൂ. വീട്ടിൽ കയറി വരികയും കൊടുവാളും എന്തോ കമ്പിപ്പാല പോലെ ഒരു സാധനം കൊണ്ടുവന്ന് വെട്ടുകയും തലക്കടിക്കുകയും ചെയ്തത്. അച്ഛൻ്റെ അമ്മയുടെ മുമ്പിൽ വെച്ചാണ് ഇത്രയും സംഭവങ്ങളുണ്ടായത്. വലിച്ചിഴക്കി അഴിച്ച് റോട്ടിൽ കൊണ്ടുപോവുകയും അവിടെ വെച്ച് അടിക്കുകയും ചെയ്തു. അപ്പോഴത്തേക്കും ഈ സംഭവം നാട്ടുകാരും ബാക്കി സുഹൃത്തുക്കളെ അറിഞ്ഞെത്തുകയും രതീഷ്, ശശികുമാർ തുടങ്ങി 4 പ്രാദേശിക RSS പ്രവർത്തകരുടെ നേതൃത്വത്തിലായിരുന്നു ആക്രമണമെന്ന് സുജിത്ത് പറയുന്നു. സംഭവ സ്ഥലത്ത് നിന്ന് വെട്ടുകത്തി, ഇരുമ്പുവടി അടക്കമുള്ള ആയുധങ്ങൾ പോലീസ് കണ്ടെടുത്തു. അക്രമി സംഘത്തിലുണ്ടെന്ന് കരുതുന്ന രതീഷിനെ കിളിമാനൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ശാരീരിക അസ്വസ്ഥത അറിയിച്ചതിനെ തുടർന്ന് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച രതീഷ് നിരീക്ഷണത്തിലാണ്. സംഘർഷ സാധ്യതയുള്ളതിനാൽ സംഭവ സ്ഥലത്ത് പോലീസ് ക്യാമ്പ് ചെയ്യുന്നു. ന്യൂസ് 18 ആറ്റിങ്ങൽ. കാസർഗോഡ് ഉപ്പളയിൽ ATM-ൽ നിറയ്ക്കാൻ കൊണ്ടുവന്ന 1/2 കോടി രൂപ കവർന്ന സംഭവത്തിൽ അന്വേഷണം കർണാടകയിലേക്ക് വ്യാപിപ്പിച്ചു. വലിയ സുരക്ഷാ വീഴ്ചയുണ്ടായ സംഭവത്തിൽ ദുരൂഹതകൾ ഏറെയാണ്. പണം കൊണ്ടുവന്ന വാഹനത്തെ പിന്തുടർന്ന വാഹനങ്ങളുടെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഉപ്പളയിൽ ബസ് സ്റ്റാൻഡിന് എതിർവശത്തുള്ള ആക്സിസ് ബാങ്ക് ATM-ൽ പണം നിക്ഷേപിക്കാനെത്തിയ മുംബൈയിലെ സ്വകാര്യ ഏജൻസിയുടെ വാഹനത്തിൽ നിന്നുമാണ് 50 ലക്ഷം രൂപ കവർന്നത്. 1.65 കോടി രൂപയാണ് വാഹനത്തിലുണ്ടായിരുന്നത്. ഇതിൽ 20 ലക്ഷം രൂപ മറ്റൊരു ATM-ൽ നിക്ഷേപിച്ച ശേഷമാണ് 1.45 കോടി രൂപയുമായി വാഹനം ഉപ്പളയിലെ ATM-ൽ എത്തിയത്. വാഹനത്തിനകത്തെ ലോക്കറിലായിരുന്നു പണം.
ATMൽ നിക്ഷേപിക്കാനായി 50 ലക്ഷം രൂപയുമായി സ്വകാര്യ ഏജൻസി ജീവനക്കാർ പോയപ്പോൾ മറ്റൊരു 50 ലക്ഷത്തിന്റെ ബാഗ് കൂടി ലോക്കറിൽ നിന്നെടുത്ത് വാഹനത്തിന്റെ പിറകിലെ സീറ്റിൽ വെച്ചിരുന്നു. ഇതാണ് കവർച്ച പോയത്. യാതൊരു സുരക്ഷയുമില്ലാതെ ഇങ്ങനെ പണം വാഹനത്തിൽ വെച്ചതാണ് പ്രധാനമായും ദുരൂഹതയുണർത്തുന്നത്. 50 ലക്ഷം രൂപയിൽ കൂടുതൽ തുക കൊണ്ടുപോകുമ്പോൾ ആയുധധാരിയായ സുരക്ഷാ ജീവനക്കാർ വേണമെന്ന നിബന്ധനയും പാലിച്ചിട്ടില്ല. വാഹനത്തിന്റെ ഇരുവശത്തും സൈഡ് ഡോറിന്റെ വിൻഡോയിലെ ഇരുമ്പ് ഗ്രിൽ വാഹനത്തിൽ അഴിച്ചുവെച്ച നിലയിലായിരുന്നു. ഇത് നേരത്തെ കേടായതിനാലാണ് അഴിച്ചുവെച്ചതെന്ന് സ്വകാര്യ ഏജൻസി ജീവനക്കാരുടെ മൊഴിയും പോലീസ് സംശയത്തോടെയാണ് കാണുന്നത്. ATMൽ പണം നിറയ്ക്കാനെത്തുന്ന വിവരം, ദേശീയപാതയ്ക്കരികിലെ ഫുട്പാത്തിൽ വാഹനം നിർത്തിയ വിവരവുമെല്ലാം കൃത്യമായി കവർച്ചാ സംഘത്തിന് ലഭിച്ചത് സംശയങ്ങൾക്കിടയാക്കുന്നു. ബാഗുമായി ഓടുന്ന യുവാവിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചത് പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം വിശദമായി പരിശോധിച്ച് അന്വേഷണം കർണാടകയിലേക്കുൾപ്പെടെ പോലീസ് വ്യാപിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. കാസർഗോഡ് പാലായിയിലെ പറമ്പിൽ തേങ്ങയിടുന്നതുമായി ബന്ധപ്പെട്ട സംഘർഷത്തിൽ പോലീസ് കൂടുതൽ തെളിവുകൾ ശേഖരിച്ചു. സ്ഥലമുടമയുടെ കൊച്ചുമകൾ പകർത്തിയ ദൃശ്യങ്ങൾ പോലീസ് കോടതിക്ക് കൈമാറി. സംഭവത്തിൽ 3 പരാതികളിലായി 9 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നീലേശ്വരം പാലായിൽ CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗം ഉൾപ്പെടെയുള്ള സംഘം സ്ഥലമുടമയെ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിലാണ് പോലീസ് കൂടുതൽ തെളിവുകൾ ശേഖരിച്ചത്. സ്ഥലമുടമ MK രാധയുടെ കൊച്ചുമകൾ അനന്യ മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങൾ പോലീസ് കോടതിക്ക് കൈമാറി. 8 വർഷമായി പാർട്ടി ഊരുവിലക്ക് നേരിടുന്ന MK രാധയുടെ പറമ്പിൽ നിന്ന് തേങ്ങ പറിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു സംഭവം. തേങ്ങയിടാനെത്തിയ പടന്നക്കാട് സ്വദേശി ഷാജിക്കെതിരെ അയൽവാസി ലസിത നൽകിയ പരാതിയിലും അന്വേഷണം പുരോഗമിക്കുകയാണ്. സംഭവത്തിൽ 3 പരാതികളിലായി 9 കേസുകളാണ് നീലേശ്വരം പോലീസ് രജിസ്റ്റർ ചെയ്തത്. ഇതിൽ 2 പരാതികളിൽ 2 CPM അംഗങ്ങൾ ഉൾപ്പെടെ 8 പേർക്കെതിരെയും അയൽവാസിയുടെ പരാതിയിൽ തെങ്ങുകയറ്റ തൊഴിലാളിക്കെതിരെയുമാണ് കേസ്. പരാതിക്കാരുടെയും പ്രതികളുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തി. നിലവിൽ നിസാര വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പാലായ് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ അപ്രോച്ച് റോഡുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് കഴിഞ്ഞ 8 വർഷത്തോളമായി രാധയുടെ കുടുംബം പാർട്ടി ഊരുവിലക്ക് നേരിടുകയാണ്. റോഡിന് സ്ഥലം വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കാരണം. ന്യൂസ് 18 കാസർഗോഡ്. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. ചങ്ങനാശ്ശേരിയിൽ ജഡ്ജിയുടെ ചേംബറിൽ തള്ളിക്കേറാൻ ശ്രമിച്ചത് തടഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച പ്രതി അറസ്റ്റിൽ. ബുധനാഴ്ച ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നടന്ന ആക്രമണത്തിലാണ് പ്രതി കാരപ്പുഴ സ്വദേശി രമേശൻ പിടിയിലായത്. ഇടുക്കിയിൽ കാറിൽ കഞ്ചാവുമായി എത്തിയ യുവാവ് അറസ്റ്റിൽ. കഞ്ഞിക്കുഴി സ്വദേശി റിൻസനാണ് 3 കിലോ കഞ്ചാവുമായി എക്സൈസിന്റെ പിടിയിലായത്. ബിറ്റ്കോയിൻ ഇടപാടിൽ നിക്ഷേപിച്ച് ലാഭം കൊയ്യാം എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ലക്ഷങ്ങൾ തട്ടിയ 3 പേരെ കോഴിക്കോട് താമരശ്ശേരി പോലീസും ഒരാളെ കൊടുവള്ളി പോലീസും അറസ്റ്റ് ചെയ്തു. കൊയിലാണ്ടി സ്വദേശികളായ അനസ്, സാദിഖ്, പുതുപ്പാടി സ്വദേശി ഷിബിലി എന്നിവരെയാണ് താമരശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊടുവള്ളി സ്വദേശിനിയിൽ നിന്നും 12.5 ലക്ഷം രൂപ തട്ടിയ കേസിൽ പുതുപ്പാടി സ്വദേശി ഉവൈസ് സുൽത്താനും അറസ്റ്റിലായി.
കണ്ണൂർ രാമന്തളിയിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് വിജിലൻസിന്റെ പിടിയിൽ. രാമന്തളി വില്ലേജ് ഓഫീസിലെ ഫീൽഡ് അസിസ്റ്റന്റ് കരിവള്ളൂർ സ്വദേശി പി ലിഗേഷാണ് പിടിയിലായത്. വയനാട് പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ അന്വേഷണ കമ്മീഷനെ നിയമിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഹൈക്കോടതി മുൻ ജഡ്ജി എ ഹരിപ്രസാദിനാണ് അന്വേഷണ ചുമതല. വയനാട് മുൻ ഡിവൈഎസ്പി വി ജി കുഞ്ഞൻ അന്വേഷണത്തെ സഹായിക്കും. ചാൻസലറുടെ അധികാരം ഉപയോഗിച്ചാണ് ഗവർണറുടെ നീക്കം. 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം. വി സിയുടെയും ഡീനിന്റെയും വീഴ്ചകളും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ നേരത്തെ CBI അന്വേഷണത്തിനും ശുപാർശ ചെയ്തിട്ടുണ്ട്. ഈ അന്വേഷണങ്ങളിലൂടെ സിദ്ധാർത്ഥന് നീതി ലഭിക്കുമോ? മുഴുവൻ മലയാളികളും അതിനായി കാത്തിരിക്കുകയാണ്. ഇന്നത്തെ പോലീസ് പട്രോൾ പൂർത്തിയാകുന്നു. നമസ്കാരം.